സ്കൂളിൽ നടന്ന പൊതുദർശനത്തിനും ഒക്കെ അപ്പുറമാണ് ജനങ്ങൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത്. അത് ഈ വീട്ടിൻ്റെ പരിസരത്തുള്ള ആളുകൾ മാത്രമല്ല, ഒരുപക്ഷെ ഈ നാട്ടിലുള്ള ആളുകൾ മാത്രമല്ല, അയൽ ജില്ലകളിൽ നിന്ന്, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒക്കെ മിഥുനെ അവസാനമായി ഒന്ന് കാണാനായ ആളുകൾ ഒഴുകിയെത്തുകയാണ്. അതിനർത്ഥം ഇത് ഒരു നാടിൻ്റെ മാത്രം ദുഃഖമല്ല, അത് മലയാളികളുടെ ഒരു മുഴുവൻ ദുഃഖമാണ് എന്ന് ഒരു പൂർണ്ണമായും മിഥുൻ്റെ ആ മരണത്തിലെ ദുഃഖം ഏറ്റെടുത്താണ് ജനങ്ങളൊക്കെ ഇങ്ങോട്ട് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ 4 മണിയോടുകൂടി പൊതുദർശനം പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇനിയും നൂറുകണക്കിന് ആളുകൾ വരിവരിയായി ഇവിടെ നിൽപ്പുണ്ട്. പോലീസുകാർക്കൊന്നും ആദ്യഘട്ടത്തിൽ നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത നിലയിലായിരുന്നു ആളുകളുടെ ഒരു വലിയ പ്രവാഹം ഉണ്ടായിരുന്നത്. പിന്നീട് അതിനെയൊക്കെ മറികടന്ന് പോലീസ് നാട്ടുകാരെയൊക്കെ മാറ്റിയ ശേഷം ഓരോ ആളുകളെയായി ക്യൂവിൽ നിർത്തിയാണ് ഇങ്ങോട്ട് മിഥുനെ അവസാനമായി കാണാനായി എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാഴ്ച തന്നെയാണ്. പക്ഷേ ഇനിയും ഒരുപാട് ആളുകളുണ്ട്. നേരത്തെ തന്നെ വീട്ടിൻ്റെ അയൽവക്കത്തുള്ള ആളുകൾ ഒക്കെ ഇവിടെ പ്രത്യേകം സജ്ജീകരിച്ച ഷെഡിലേക്ക് എത്തി അവിടെ ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട് അവനെ അവസാനമായി കാണാൻ. പക്ഷേ ഈ തിരക്കിനിടയിൽ അവർക്കൊന്നും ഇപ്പോഴും അവനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ കണ്ടതിന് ശേഷം അവർ കൂടി കാണാനായി വരിയിലേക്ക് നിൽക്കും. അങ്ങനെ അതിനായുള്ള കാത്തിരിപ്പും ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഒരേ സമയം 2 ആളുകൾ ഇവിടെ ഇതിനെ കാണാൻ അവസാനമായി വലിയപാടം വീട്ടിലേക്ക് ഒഴുകിയെത്തുകയാണ് ഏവലക്കരയിലെയും പരിസര പ്രദേശത്തുമുള്ള നൂറുകണക്കിന് ആളുകൾ. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളും അവിടെ നടക്കുകയാണ്. വിജിനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ ഇതിൻ്റെ വീട്ടിൽ നിന്നും നൽകിക്കൊണ്ടിരിക്കുന്നത്. തേവലക്കരയിലെ സ്കൂളിൽ നിന്നും വിലാപയാത്രയായാണ് മൃതദേഹം വലിയപാടം വീട്ടിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, സുരേഷ് MP അടക്കമുള്ളവരോട് എത്തിയിരിക്കുകയാണ്. Hola.
വിജിലുണ്ട് വിവരങ്ങൾ നൽകാനായി. വിജിൻ, കോൺഗ്രസിൻ്റെ എംപിമാർ അടക്കം ആ പ്രദേശത്ത് എത്തി. സർക്കാരിൻ്റെ പ്രതിനിധികളായിട്ട് ആരെങ്കിലും അവിടെ ഉണ്ടോ? ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ആരെങ്കിലും ഉണ്ടോ? മറ്റു വിവരങ്ങൾ